ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. കാരണം ഉമ്മച്ചിയുടെ മാനേജറുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഉമ്മച്ചിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കേക്ക് കൊടുക്കണമെന്ന്. പക്ഷേ എനിക്ക് ഇത്രയും ദൂരത്തിൽ അങ്ങ് എത്താൻ പറ്റുമോ എന്ന് ഉമ്മച്ചിക്ക് സംശയമാണ്. പക്ഷേ ഞാൻ ഉമ്മച്ചിയോട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സർപ്രൈസ് ആയിട്ട് ഇതേ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മക്കളുടെ സ്കൂളിൽ പോകണം. അവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഈ കേക്കും കൊണ്ട് നമുക്ക് അവരുടെ ബാങ്കിൽ ക്ലോസിങ് ടൈമിന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. ഞാൻ ഓൾറെഡി കേക്കൊക്കെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡിസൈനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വൈറ്റ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഡ്രോപ്പ് യെല്ലോ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. 1 ഡ്രോപ്പ് ബ്ലൂ ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡിസൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബ്ലൂ ആൻഡ് യെല്ലോ തീമിലാണ് ഞാൻ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ചെറിയ 2 നോസിലേക്ക് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറി മാറി യെല്ലോ ആൻഡ് ബ്ലൂ കളർ ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉമ്മച്ചി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനേജറുടെ ബർത്ത്ഡേ ആണ്, നീ ഇങ്ങോട്ടെങ്ങാനും വരുന്നുണ്ടെങ്കിൽ ഒരു കേക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം അങ്ങ് എത്തണത് വളരെ റിസ്ക്കാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാനിത് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു, എന്തായാലും ഉമ്മച്ചിയുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണമെന്ന് കേട്ടോ. ഈ ചെറിയൊരു ആഗ്രഹം ഞാൻ എൻ്റെ ഉമ്മച്ചിക്ക് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താഗ്രഹം ഇനി സാധിച്ചു കൊടുക്കാനാണ്. എന്തായാലും ഞാൻ ആ കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് പറഞ്ഞുടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കിൽ ഇതേ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ റൈറ്റിങ്സ് ഒന്നുമില്ല. ഈ കേക്ക് കാണുമ്പോൾ തന്നെ എന്തായാലും മാനേജർ ഹാപ്പി ആവും. നമുക്ക് നോക്കാം എന്താണ് റിയാക്ഷൻ എന്ന് ലാസ്റ്റ് നോക്കാം കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ലുക്ക് ആയതുപോലെ തോന്നിയിട്ടുണ്ട്. ശേഷം ഞാൻ വിചാരിച്ചു താഴ്ഭാഗം ഒരു ക്ലിയർ അല്ലാത്തതുപോലെ ഒരു പ്ലെയിൻ ആയതുപോലെ ഒരു ഫീലിംഗ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കുന്നതല്ലേ, കുറച്ച് അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. യെല്ലോയും ബ്ലൂവും 2 ക്രീമും താഴെ ഒരു ലൈൻ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് അല്ലെങ്കിലും സെറ്റായിട്ടുണ്ട്. മാഷാ അല്ലാ, ആദ്യം തന്നെ എനിക്ക് വരച്ചപ്പോഴേ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ട് കൊടുക്കുക എന്നുള്ള ദൗത്യമാണ്. ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. ഉമ്മച്ചിയെ വിളിച്ച് സംസാരിച്ച് ആ ഫോൺ കട്ട് ചെയ്ത ആ നിമിഷം തന്നെ ഞാൻ കേക്കിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിക്ക് പോലും അതൊരു സർപ്രൈസ് ആയിരുന്നു. ആ കേക്കും എന്നെയും കാണുന്ന സമയത്താണ് ഉമ്മച്ചി എന്നെ അപ്രതീക്ഷിതമായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാനേജറുടെ കാര്യം പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പോകെ പോകെ കാണാം. അപ്പോൾ ഞാൻ കേക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്, ഡിസൈനിങ് ചെയ്യുന്ന ടൈമിനാണ് ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ ഈ കാണുന്ന റംബൂട്ടാൻ ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം പറിച്ച് ഒന്ന് കഴുകി നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇത് വരിക്ക റംബൂട്ടാൻ ആണ്, നല്ല അടിപൊളി ടേസ്റ്റുള്ള റംബൂട്ടാനാണ് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ വരിക്ക റംബൂട്ടാൻ്റെ കുരു നമുക്കിതുപോലെ കിട്ടും. അത് മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ പുറമേ ഉള്ള ഭാഗം ഫുള്ള് കഴിക്കാൻ പറ്റും. കുരു മാത്രം കിട്ടുവാണെങ്കിൽ അത് വരിക്ക റംബൂട്ടാനാണ്. അങ്ങനെ ഞാൻ വീണ്ടും അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് കഴുകി കഴിക്കാം. അങ്ങനെ പിറ്റേ ദിവസം ആയിരിക്കുകയാണ് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലിരുന്ന് തണുത്ത് നല്ല സെറ്റായ ഒരു കേക്ക് നമ്മളത് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 മണി ആയപ്പോഴത്തേനും ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് ക്ലോസിങ് ടൈം ആകുമ്പോഴത്തേനും നമുക്ക് എന്തായാലും അവിടെ എത്താമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യാമല്ലോ. വളരെ നല്ലൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് മക്കളുടെ സ്കൂളാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോയിട്ട് മക്കളെയും പിക്ക് ചെയ്ത് നല്ല ബ്ലോക്കായിരിക്കും ഈ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോൾ. 2 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2:30 ആകുമ്പോൾ മക്കളെ വിടും. അപ്പോൾ നമുക്ക് നേരെ പോവാം. എന്നിട്ട് നേരെ സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയപ്പോൾ മക്കളെല്ലാം ദേ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ദേ ഒരു അംബ്രല്ല അവിടെ കാണുന്നുണ്ടല്ലോ. ആ അംബ്രല്ലയുടെ കീഴിലായിരിക്കും മക്കളെല്ലാം വെയിറ്റ് ചെയ്ത് പാരൻസിനെ കാത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ ദേ മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണേ.
അപ്പോൾ ഞാൻ ദൂരെ നിന്ന് തന്നെ ഇശലിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇശൽ എന്നെയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പൊന്നൂസിനെ കണ്ടില്ല കേട്ടോ. പിന്നെ ഇശൽ പോയി വിളിച്ച് വരുമായിരുന്നു. അപ്പോൾ ഇശലിൻ്റെ ടീച്ചർ ഓടി എൻ്റെ അടുത്ത് വന്നു. ഇശലിനെ അന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ്. അങ്ങനെ എക്സാമിനെ കുറിച്ചും ഇശലിനെ കുറിച്ചുമൊക്കെ ഇശലിൻ്റെ മാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇശലിനോട് മാം എന്തൊക്കെ പറയുന്നുണ്ട്, ഇശൽ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനും ഉണ്ട്. ആ ടൈമിന് ആയിഷ നസറിനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ അവിടെ നിന്നും യാത്ര തിരിക്കാൻ പോവുകയാണ്. ഇനി ബാക്കി പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ പോയപ്പോൾ ഇവർക്കുള്ള ഡ്രസ്സും അവർക്ക് കുടിക്കാനുള്ള ജ്യൂസും ഒക്കെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് റെഡിയാകുമ്പോഴത്തേനും നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ നമ്മുടെ കാര്യവും നടക്കും, അവരുടെ ഡ്രസ്സ് ചേഞ്ചിങ്ങും അവരുടെ ഫുഡിങ്ങും എല്ലാം നടക്കും. റെഡിയായി ഗൈസ്, അവർ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ടോ. നമ്മൾ ബാങ്കിലെത്തിയിരിക്കുകയാണ്. ഉമ്മച്ചി വർക്ക് ചെയ്യുന്ന ബാങ്കാണ്. അങ്ങനെ ഡോറ് ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ ചേച്ചി നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ മാനേജർ. എൻ്റെ കുഞ്ഞുനാളിലേ ഞാൻ ചേച്ചിയെ കാണുമ്പോഴേ ചേച്ചി ഇങ്ങനെയാണ്, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ആ ചേച്ചിക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സർപ്രൈസ് എങ്കിലും കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി നമ്മളെ കണ്ടിട്ട് ഓടി വന്നതാണ്. ഉമ്മച്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെ എല്ലാവരും ഹായ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി പോലും പ്രതീക്ഷിക്കാത്ത ഈ സർപ്രൈസ് എനിക്ക് ആ ടൈമിന് ഭയങ്കര രോമാഞ്ചമായിരുന്നു. കാര്യം ചേച്ചി ആ കൊടുത്ത സമയത്തുള്ള എക്സ്പ്രഷൻ കണ്ടോ, ചേച്ചി ഞെട്ടിപ്പോയി. ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഉമ്മച്ചി ഉൾപ്പെടെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് മെയിനായിട്ടും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് കൗണ്ടറിനകത്തോട്ടൊന്നും കയറിയില്ല കേട്ടോ, പുറത്ത് നിന്ന് എടുക്കുവാണ് വീഡിയോസ്. ഉമ്മിച്ചായ കാണാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൗണ്ടറിൻ്റെ മുകളിലോട്ട് ചാടി കയറി നോക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരെയും കൗണ്ടറിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈശ്വരന് ചെറിയൊരു ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു റെസിപ്റ്റ് അപ്പുറത്തെ കൗണ്ടറിൽ കൊടുത്ത് വിട്ടതാണ് കേട്ടോ. ഉമ്മിച്ചാടെ സീറ്റ് ചെറുമക്കൾ കീഴടക്കിയിരിക്കുകയാണ്. അവർ മൂന്നുപേരും കൂടെ പിന്നെ ആ കസേരയുടെ ചുറ്റിനുമായിരുന്നു കളി. ഞാൻ ബാങ്കിൽ പോയ സമയത്ത് അവിടെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ക്ലോസിങ് ടൈം ആയിരുന്നു. അങ്ങനെ ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മളത് ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് കാണാം. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ മാത്രം വായിൽ വെച്ച് കൊടുത്തില്ല, കൗണ്ടറിന് പുറത്തായിരുന്നത് കൊണ്ട് ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ്. ശേഷം എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഉമ്മച്ചിയും കൂടെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതേ കാറിൽ വന്നിരിക്കുന്നുണ്ട്. ഉമ്മച്ചി ഇതേ ബാക്കിൽ നിന്ന് വന്ന് ഉമ്മച്ചിയും കയറ്റി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയി ഒരു 10-15 മിനിറ്റ്, ഒരു അരമണിക്കൂർ, അങ്ങറ്റം പോലെ അരമണിക്കൂർ സ്പെൻഡ് ചെയ്തു. തിരിച്ച് രാത്രിയാകുമ്പോൾ വീടെത്തണം. പിറ്റേന്ന് അടുത്ത എക്സാമാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കണം. അങ്ങനെ തിരിച്ച് നമ്മൾ വരാൻ ഇറങ്ങുന്ന ടൈമിന് ഇത്താടെ മക്കൾക്ക് ട്യൂഷൻ സെൻറ്ററിൽ പോകാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിതേ ട്യൂഷൻ സെൻറ്ററിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം പോകാൻ. പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പം ആദ്യത്തെ രണ്ടുപേരെയും ട്യൂഷൻ സെൻറ്ററിലും ഇളയാളിനെ ഇക്കാടെ സിസ്റ്ററിൻ്റെ വീട്ടിലും ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. പോകുന്ന വഴിയിലുള്ള ഒരു ചേർച്ചാണ് കേട്ടോ, പുതിയ ഇപ്പോൾ പണി തീർന്ന ഒരു ചേർച്ചാണ്. അപ്പോൾ അതിൻ്റെ വ്യൂസും മോള് പകർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പണി കഴിഞ്ഞ പുതിയ പാലമാണ്, ബ്രിഡ്ജ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ട്യൂഷൻ സെൻറ്റർ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ.
ഇത്താടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് കേട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവൾ ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്ത വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു മോളെ വിളിക്കാൻ. അങ്ങനെ നമ്മളതേ വന്ന ഉടനെ നമ്മളെ കയറാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടൈമില്ല, ഞാൻ പറഞ്ഞില്ലേ നാളെ എക്സാം ആണ്. എന്തായാലും നമുക്ക് ഈ ബ്ലോക്ക് എല്ലാം ചാടിക്കടന്ന് വീടെത്തിയാൽ മാത്രമേ നാളത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കാൻ പറ്റൂ. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഒരു ലൈക്ക് കൂടെ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇശലിതേ ഉറങ്ങിയിട്ടുണ്ട്. സന്ധ്യ സമയമായിട്ടുണ്ടായിരുന്നു. സ്കൈ ഒക്കെ നല്ല ബ്ലൂ കളറിലാണുള്ളത്. പോകുന്ന വഴിക്ക് ട്രെയിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം ഇൻഷാ അല്ലാഹ്.